കഴിഞ്ഞ ഒരു 50 വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ വികസനം കഴിഞ്ഞ ഒരു 10-11 വർഷം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് കൊണ്ടുവന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇപ്പോഴും രാഹുൽ ഗാന്ധി മോദി കള്ളനാണ്, വോട്ട് തട്ടിപ്പ് നടത്തി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇന്ത്യയുടെ എക്കണോമി തകർന്നു എന്നൊക്കെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ ഒരു സൈഡിൽ കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. മിസോറാം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് റെയിൽവേ സംവിധാനം ഇല്ലായിരുന്നു എന്നത് ഒരുപക്ഷെ പലർക്കും പുതിയ അറിവായിരിക്കും. കഴിഞ്ഞ 10-60 വർഷം കോൺഗ്രസ് സർക്കാർ ഇന്ത്യ ഭരിച്ചിട്ട് അവർക്ക് മിസോറാം എന്ന് പറയുന്ന നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനത്തിലേക്ക് ഒരു റെയിൽവേ സംവിധാനം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. അതിനും ഒരു മോദി വരേണ്ടി വന്നു എന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. 370-ാം അനുച്ഛേദം എടുത്തു മാറ്റിക്കൊണ്ട് ജമ്മു കാശ്മീരിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ പോലെ തന്നെ രാജ്യത്ത് വിപ്ലവകരമായ പല പ്രവൃത്തികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് വേകളായിക്കോട്ടെ, കണക്ടിവിറ്റി, പുതിയ പുതിയ റോഡുകൾ, അതുപോലെ നാഷണൽ ഹൈവേകൾ, ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും നാഷണൽ ഹൈവേ ഇത്തരത്തിൽ വികസിക്കുന്നതിന് ഒരു മോദി വരേണ്ടി വന്നു. ഇപ്പൊ എന്താണ് നമ്മുടെ മിസോറാമിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മിസോറാമിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. മിസോറാമിലെ ജനങ്ങളിൽ പലരും, പ്രത്യേകിച്ച് സ്റ്റേറ്റ് വിട്ട് പുറത്തു പോകാത്തവര്, ടി വിയിലും സിനിമകളിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള ട്രെയിന്, ആ ചൂളം വിളി അവരുടെ കൺമുന്നിൽ കേൾക്കുവാനും കാണുവാനും അവർക്ക് കഴിയുകയാണ്. മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിലേക്കാണ് ഒരു പുതിയ റെയിൽപാത ഇപ്പോൾ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഒരു നരേന്ദ്രൻ അങ്ങ് ഗുജറാത്തിൽ നിന്ന് വരേണ്ടി വന്നു. ഐസ്വാളിനെ ഇന്ത്യയുടെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ബൈറബി മുതൽ സൈറാങ് വരെയുള്ള ഏകദേശം 51.38 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്രോഡ്ഗേജ് പാത ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന സന്ദർശന വേളയിൽ ഈ പാത ഉദ്ഘാടനം ചെയ്യും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുവാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ അഭിലാഷ പദ്ധതിയിലെ ഒരു നാഴികക്കല്ലായിരിക്കും ഇത്. ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയം കൂടിയാണ്. മിസോറാമിലേക്ക് ട്രെയിനുകൾ എത്തില്ല, അല്ലെങ്കിൽ റെയിൽ പാലങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് അത് സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഏകദേശം മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾ ഇനി ഇവിടേക്ക് ചീറിപ്പാഞ്ഞെത്തും. മിസോറാമിലേക്ക് ഒരു റെയിൽവേ ലൈൻ എന്ന പദ്ധതിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 90കളുടെ അവസാനത്തിൽ ബൈറബി സൈറാങ് പാതയെന്ന ആശയം ഉയർന്നു വന്നുവെങ്കിലും അത് ഇത്രയും കാലം നീണ്ടുപോയി. ഇവിടെ റെയിൽവേ പാത നിർമ്മിക്കുവാനുള്ള ആദ്യ ശ്രമം ആത്മാർത്ഥമായി നടത്തുന്നത് അടൽ ബിഹാരി വാജ്പേയിയാണ്. ഇതിനായിട്ട് അദ്ദേഹം നിരവധി അനുമതികളും അക്കാലത്ത് നൽകുകയുണ്ടായി. അങ്ങനെ നീണ്ടുപോയ പദ്ധതി 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2014 നവംബർ 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു, ഔപചാരിക ഉദ്ഘാടനം ചെയ്തു. 2014-15 ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയായി. ഒരു വർഷത്തിന് ശേഷം നിർമ്മാണം പൂർണ്ണ തോതിൽ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ ദുർഘടമായ പാതകൾ, വനങ്ങൾ, മലകൾ, ഇതിന്റെ ഒക്കെ ഇടയിലൂടെ വേണം ട്രെയിന് കടന്നു വരാൻ. അപ്പോൾ റെയിൽവേ പാത നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചായിരുന്നു. മിസോറാമിലെ ഒരു ആധുനിക എഞ്ചിനീയറിംഗ് അത്ഭുതമായിട്ടാണ് ബൈറബി സൈറാങ് റെയിൽവേ ലൈൻ കാണപ്പെടുന്നത്. ദുഷ്കരമായ ഭൂപ്രകൃതിയെ മറികടന്ന് അസാധ്യമെന്ന് എല്ലാവരും വിധി എഴുതിയതിനെ സാധ്യമാക്കിക്കൊണ്ട് കണക്ടിവിറ്റിയെ മെച്ചപ്പെടുത്തുന്ന ഏറ്റവും മികച്ച നിർമ്മിതി. ഏകദേശം 8,000 കോടി രൂപ ചെലവിലാണ് ബൈറബി സൈറാങ് റെയിൽവേ ലൈൻ നിർമ്മിച്ചത്. ദുഷ്കരമായ ഭൂപ്രകൃതിയിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. അത് തന്നെയാണ് ചെലവ് വർദ്ധിക്കാൻ കാരണമായത്. 51.38 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയുടെ പകുതിയിലധികവും തുരങ്കങ്ങളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. 65 മീറ്റർ വരെ ആഴത്തിലുള്ള കിടങ്ങുകളിലൂടെയാണ് ചിലയിടത്ത് പാത കടന്നു പോകുന്നത്. 48 തുരങ്കങ്ങൾ, 55 പ്രധാന പാലങ്ങൾ, 87 ചെറിയ പാലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ ഒരു പാത എന്ന് പറയുന്നത്. പദ്ധതിയിലെ തുരങ്കങ്ങളുടെ ആകെ നീളം മാത്രം ഏകദേശം 13 കിലോമീറ്ററിനടുത്തുണ്ട്. ഇതിൽ ഏറ്റവും നീളം കൂടിയ തുരങ്കത്തിന് 1.37 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. സൈറാങ്ങിനടുത്തുള്ള കുറുങ് നദിക്ക് കുറുകെയുള്ള 144-ാം നമ്പർ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പിയർ പാലമാണ്. ഇത് ഭൂമി നിരപ്പിൽ നിന്ന് 114 മീറ്റർ ഉയരത്തിലാണ്. ഏറ്റവും ഉയരം കൂടിയത് മണിപ്പൂരിലെ 141 മീറ്റർ ഉയരമുള്ള നോണി പാലമാണ്. ഇത് നിർമ്മാണത്തിലിരിക്കുന്ന ജിരിബാം ഇംഫാൽ റെയിൽവേ ലൈനിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്നതാണ്.
പുതിയ പാതയിലൂടെ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് രാജ്യത്തെ, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഹൃദയവുമായിട്ട് കൂടുതൽ അടുപ്പിച്ചു നിർത്തുന്ന ഒരു പദ്ധതിയാണ്. കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ട് കൂടുതൽ കണക്റ്റായി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തായാലും വളരെ മികച്ചൊരു പ്രോജക്റ്റാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.